ജനവാസ മേഖലയിൽ പടയപ്പ ഇറങ്ങി അവിടെ തുടരുന്നു. മൂന്നാർ ഗ്രഹംസ് ലാൻഡ് എസ്റ്റേറ്റ് അതിനോട് ചേർന്ന് കിടക്കുന്ന കൊരണ്ടിക്കാടാണ് ഇപ്പോൾ കാട്ടാനുള്ളത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ ഉള്ളത്. പടയപ്പയ്ക്കൊപ്പം ഒരു 3 കാട്ടാനകൾ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. പടയപ്പയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെ ഇറങ്ങിയതാണിത്. മൂന്നാർ ഗ്രഹംസ് ലാൻഡ് എസ്റ്റേറ്റിന് അടുത്ത് ചേർന്ന് ഈ കൊരണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാട്ടാനയുള്ളത്. രാഹുൽ വിജയൻ ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ഈ മൂന്നാർ പരിസര പ്രദേശങ്ങളിൽ ഇപ്പോൾ മനുഷ്യരെക്കാളും കൂടുതൽ ആനയായോ? അങ്ങനെ വേണം പറയാൻ. കാരണം ജനവാസ മേഖലയിൽ ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെയും അല്ലാതെയൊക്കെ ഇറങ്ങുകയാണ്. വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. പക്ഷേ നിലവിൽ ആളുകൾക്ക് നേരെ അക്രമമൊന്നും ആനകൾ നടത്തുന്നില്ല എന്നുള്ളതൊരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം, ഈ ആനകൾ ഇറങ്ങാൻ പ്രധാനപ്പെട്ട കാര്യം, വനമേഖലയിലൊന്നും ഭക്ഷണമില്ല, വെള്ളമില്ല, അതൊക്കെ തേടി ഇറങ്ങുന്നതാണ്. ആനകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ അവസ്ഥ അതായി പോയി എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പടയപ്പ ഇപ്പോൾ ഗ്രഹംസ് ലാൻഡ് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള കൊരണ്ടിക്കാട് ഭാഗത്തുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ആന അവിടെയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആനയ്ക്കൊപ്പം 3 ആനകളുടെ ഒരു കൂട്ടവുമുണ്ട്. അതങ്ങനെ സ്വസ്ഥമായിട്ട് നിൽക്കുന്നു. ശാന്തനാണ് ആന എന്നതാണ് വനം വകുപ്പ് പറയുകയും ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഈ ലയങ്ങളോടൊക്കെ ചേർന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. RRTയുടെ നിരീക്ഷണം കൃത്യമായുണ്ട്. പ്രത്യേക സംഘം ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം മറ്റ് ആനക്കൂട്ടത്തെയും നിരീക്ഷിച്ചു വരികയാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. മൂന്നാർ ഗ്രഹംസ് ലാൻഡ് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള കൊരണ്ടിക്കാട്ട് വടയപ്പയും 2-3 ആനകളും കൂടി ഇറങ്ങി ഇന്ന് രാവിലെ എന്നുള്ള വാർത്തയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.